സാധാരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അധികാരത്തിൽ വരും. ഇതായിരുന്നു കേരളത്തിൻ്റെ പതിവ്. അതാണ് ജനങ്ങൾ തിരുത്തിയത്. ആ തിരുത്തൽ ജനങ്ങളുടെ സ്വന്തം അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. നമ്മുടെ കേരളം രണ്ട് മുന്നണികളാണല്ലോ പ്രധാനമായും ഉണ്ടായിരുന്നത്. അതിൽ ജനങ്ങളുടെ അനുഭവത്തിൽ LDF ഭരിക്കുന്ന ഘട്ടത്തിൽ നാടിന് വികസനമുണ്ടാകുന്നു, മുന്നേറ്റമുണ്ടാകുന്നു, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, എല്ലാം ശുഭമായി നടക്കുന്നു. 5 വർഷം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് വന്നു, UDF അധികാരത്തിൽ വരുന്നു. കേരളം എവിടം വരെയാണോ വികസിച്ചെത്തിയത് അവിടെ നിൽക്കുന്നു. അതിന് തുടർച്ചയുണ്ടാകുന്നില്ല. ചിലതെല്ലാം തകർത്ത് കളയുന്നു, ചിലത് ഉപേക്ഷിക്കുന്നു, ചിലത് സ്തംഭിക്കുന്നു. ചുരുക്കത്തിൽ ഒന്നിനും തുടർച്ചയില്ല. നാട് വലിയ തോതിൽ പുറകോട്ട് പോകുന്നു. ഇത് ഓരോ നാടും കാലാനുസൃതമായി പുരോഗതി പ്രാപിക്കണം. ഇല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം എത്താൻ കഴിയില്ല. ഈ വ്യത്യാസം ജനങ്ങൾ കാണുകയായിരുന്നു. LDFന് നാടിനോട് പ്രതിബദ്ധത, ജനക്ഷേമത്തിൽ താല്പര്യം. UDFന് ഇത് രണ്ടുമില്ല. UDFന് നിക്ഷിപ്ത താല്പര്യമുള്ളൂ. അതിൻ്റെ ഭാഗമായി നാടിനും ജനങ്ങൾക്കും വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിക്ഷിപ്ത താല്പര്യം വെച്ച് കാര്യങ്ങൾ നീക്കുമ്പോൾ അത് നാടിൻ്റെ തകർച്ചയിലേക്ക് എത്തിക്കുന്നു. 2016 ഈ തകർച്ചയുടെ മൂർധന്യ ദശയിലായ കാലമായിരുന്നു. 11-16 കാലത്ത് UDF സർക്കാർ തകരാത്ത ഒരു മേഖലയുമില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചു. ജനങ്ങൾ ആ മാറ്റം അനുഭവിച്ചു. നാടിൻ്റെ പുരോഗതി, ജനങ്ങളുടെ ക്ഷേമം, ഓരോരുത്തരുടെയും ഓരോ കുടുംബത്തിൻ്റെയും നിത്യജീവിതത്തിൽ വന്ന മാറ്റം, ഇതെല്ലാം ആളുകളുടെ അനുഭവത്തിലുണ്ടായി. അങ്ങനെയാണ് പഴയ പതിവ് വേണ്ട, LDF തന്നെ തുറന്ന് ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത്. ആ തീരുമാനം ഇപ്പം 5 വർഷമായി തിരിഞ്ഞു നോക്കുമ്പോൾ 5 വർഷം എടുക്കുക, 10 വർഷം എടുക്കുക, നമുക്ക് കേരളത്തിൽ ജീവിക്കുന്ന ആർക്കും കുറ്റബോധം തോന്നേണ്ടതില്ല. കാരണം ആ രീതിയിൽ അഭിമാനകരമായ വളർച്ച നമുക്കുണ്ടായിരിക്കുന്നു. നമ്മുടെ നാടും ജനങ്ങളും ലോകം ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ലോകത്ത് അത്യപൂർവം രാഷ്ട്രങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ.
കേരളം കഴിഞ്ഞ നവംബർ 1 അത് പ്രഖ്യാപിച്ചു. LDF അധികാരത്തിലുള്ളതുകൊണ്ടാണല്ലോ നടന്നത്. അല്ലെങ്കിൽ അത്തരമൊരു കാര്യം ആർക്കെങ്കിലും ആലോചിക്കാൻ പറ്റും? ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളില്ലേ? ഏതെങ്കിലും സംസ്ഥാനം ഈ കാര്യം ആലോചിച്ചിരുന്നോ? പോട്ടെ, നേരത്തെ ആലോചിച്ചില്ല. കേരളം അതിദാരിദ്ര്യമുക്തമായല്ലോ. ആ പ്രഖ്യാപനം കേട്ട ഏതെങ്കിലും സംസ്ഥാനം തങ്ങൾക്കും ഒന്ന് ആലോചിക്കാം എന്ന് തോന്നിയോ? കഴിയില്ല. കാരണം LDF മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. കോൺഗ്രസോ BJPയോ നടപ്പാക്കുന്ന നയമല്ല LDFൻ്റേത്. ഈ രണ്ടുപേരും ആഗോളവൽക്കരണ നയമാണ് നടപ്പാക്കുന്നത്. അതിൻ്റെ ഭാഗമായി കോർപ്പറേറ്റുകൾക്കാണ് പ്രകടനം. ജനങ്ങളെപ്പറ്റി ചിന്തയില്ല. LDF വേറിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്. ഈ രണ്ടു കൂട്ടരുടെയും നയം LDFനില്ല. പാവപ്പെട്ടവരുടെ കൂടെയാണ്. അതുകൊണ്ടാണ് 64,006 കുടുംബങ്ങൾ അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്നുവെന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് മുക്തമാക്കിക്കൂടെ എന്ന് LDF ആലോചിക്കാൻ സന്നദ്ധമായത്. 64,006 കുടുംബവും അതിദാരിദ്ര്യമുക്തമായപ്പോഴാണ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിച്ചത്. ഇത് രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ എല്ലാ കേരളീയർക്കും തുടർഭരണം സമ്മാനിച്ചതിൽ അഭിമാനിക്കാമല്ലോ. ഇപ്പോൾ ഇവിടെ ഇന്നലെ പ്രധാനമന്ത്രി വന്നല്ലോ. പ്രധാനമന്ത്രി പറയുന്നു, കേന്ദ്രം തന്ന പണം ഇവിടെ ചെലവഴിച്ചില്ല. ഏത് പണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്? ഏതിനാണ് തന്നത്? ഈ കേരളത്തെ എല്ലാ രംഗത്തും അവഗണിക്കാനല്ലേ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായത്? നമ്മുടെ നാട് അതിതീവ്രമായ പ്രകൃതി ദുരന്തം നേരിട്ടപ്പോഴും നമുക്ക് സഹായം ലഭിച്ചില്ലല്ലോ. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, അതിന് തൊട്ടു പിന്നാലെ വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി, ഇതിനെല്ലാം മുൻപ് ഓക്കിയും നിപ്പയും ഏതിലാ സഹായിച്ചത്? ഒന്നിനും സഹായിച്ചില്ല. ഇത്തരമൊരു അനുഭവം രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനത്തിനുണ്ടോ? നമുക്ക് മാത്രമല്ലേ ഈ ദുരനുഭവം ഉണ്ടായത്? അവസാനം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എല്ലാവരും പ്രതീക്ഷിച്ചല്ലോ സഹായം കിട്ടുമെന്ന്. തന്നോ? സഹായം തന്നില്ലല്ലോ. ഒരു സഹായവും ഉണ്ടായില്ലല്ലോ. പ്രധാനമന്ത്രി അടക്കം വന്നതല്ലേ, എല്ലാവരും പ്രതീക്ഷിച്ചല്ലേ. എന്തുകൊണ്ടാണ്? എന്താണ് കേരളത്തിൻ്റെ കുറവ്? ഈ കാര്യം മാത്രമാണോ? നിങ്ങളിവിടെ പണം തന്നു എന്ന് പറയുന്നു.
കേരളത്തിൻ്റെ ജനസംഖ്യ ദേശീയ ജനസംഖ്യയുടെ 2.5% നമുക്ക് കിട്ടുന്ന നികുതി വിഹിതം 1.9. ജനസംഖ്യാനുപാതികമായ വിഹിതമില്ല, വലിയ കുറവ്. ഒരുപാട് കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അർഹതപ്പെട്ട വിഹിതം നൽകേണ്ടതുണ്ട്. ഏതിലെങ്കിലും നൽകിയോ? ഒരു കാര്യത്തിലുമില്ല. നമ്മുടെ സംസ്ഥാനം വികസന കാര്യങ്ങൾക്ക് പണം കടമെടുക്കും. സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് അതിന് പരിധി നിശ്ചയിച്ചു. നമുക്കുള്ള പരിധി വലിയ തോതിൽ വെട്ടിക്കുറച്ചു. കടമെടുക്കുന്ന പണം ഇവിടെ വേറെ ആവശ്യങ്ങൾക്ക് ചിലവഴിക്കുകയല്ല, നമ്മുടെ നാടിൻ്റെ വികസനത്തിനാണ്. ആ വികസനത്തെ മുൻനിർത്തിയുള്ള മൂലധന ചെലവിനാണ്. 90% വികസന കാര്യങ്ങൾക്കുള്ള മൂലധന ചെലവിനാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നാടിൻ്റെ വികസനം, അതിലൂടെ വരുമാനം, അതിലൂടെ കേരളം ശക്തിപ്പെടൽ, നിങ്ങളങ്ങനെ വികസിക്കേണ്ട എന്ന നിലപാടല്ലേ കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്? എല്ലാ കാര്യങ്ങളിലും അവഗണനയായപ്പോൾ എത്ര തവണ കേന്ദ്രത്തെ കണ്ടു, എത്ര തവണ പ്രധാനമന്ത്രിയെ തന്നെ കണ്ടു? ഏതെങ്കിലും നടപടിയുണ്ടായോ? എന്തെങ്കിലും സഹായം നൽകാൻ തയ്യാറായോ? നിങ്ങൾ കേരളത്തെ രക്ഷപ്പെടരുത്, കേരളം രക്ഷപ്പെടരുത് എന്ന വികാരത്തിലായിരുന്നില്ലേ? അതിനപ്പുറം തകരട്ടെ, കേരളം തകരട്ടെ എന്ന ചിന്തയിലായിരുന്നില്ലേ? എന്താണ് ആ ചിന്തക്ക് കാരണം? സംസ്ഥാനങ്ങളുടെ നില പരിശോധിച്ചാൽ കേരളത്തിന് പ്രത്യേകമായി എന്തെങ്കിലും അയോഗ്യതയുണ്ടോ? ഒരുപാട് യോഗ്യതകളല്ലേ ഉള്ളൂ. എന്നിട്ടും എന്തേ സഹായം നിഷേധിച്ചത്? അവിടെയാണ് രാഷ്ട്രീയം. കേന്ദ്രത്തിലെ ഭരണ നേതൃത്വം ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ RSSും BJPയും നല്ല സ്വാധീനം നേടിയിരിക്കുന്നു. പക്ഷേ കേരളവും കേരളീയരും അവരെ സ്വീകരിക്കുന്നില്ല. അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരന്മാരായി കഴിയുന്ന ഇടമാണിത്. ഇത് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിനും കേരളീയർക്കും RSSനെയും BJPയെയും സ്വീകരിക്കാനാവുന്നില്ല. അത് വിരോധമായി മാറി, പകയായി, വിദ്വേഷമായി. അതിൻ്റെ ഭാഗമായാണ് കേരളത്തിനെതിരെ കേരളം തകരട്ടെ എന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ചത്. ആപൽക്കാലത്ത് പോലും സഹായിക്കാൻ തയ്യാറാകാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏത് പണം കേരളത്തിന് നൽകിയതിനെക്കുറിച്ചാണ് പറയുന്നത്? ഇവിടെ നിങ്ങളുടെ സമീപനത്തിന് ആ കാലത്ത് കൂട്ടുനിന്നത് ഇവിടുത്തെ കോൺഗ്രസും UDFുമായിരുന്നില്ലേ? എല്ലാം കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ ശരിവെക്കുന്ന നിലയിലല്ലേ
UDF അക്കാലത്ത് പ്രവർത്തിച്ചത്? കേരളം തകരാൻ സഹായിക്കും വിധമുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ കോൺഗ്രസോ UDF തയ്യാറായോ? BJP ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാണിക്കുന്ന കേരള വിരുദ്ധ സമീപനത്തെ പാർലമെൻറ്റിൽ നിരനിരയായിരിക്കുന്ന UDF MP-മാരിൽ ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്തോ? UDF, കോൺഗ്രസ്, BJPയുടെ മനസ്സ് കലുഷിതമായി കൂടാ എന്ന നിലയല്ലേ എടുത്തത്? നിങ്ങളായിരുന്നില്ലേ ഒക്കെ ചങ്ങാതിമാർ? നിങ്ങളൊന്നിച്ചല്ലേ നിന്നത്? കഴിഞ്ഞ 2021 മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ മറന്നുപോയോ? ഇവിടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം നിഷേധിച്ച നിങ്ങൾ UDFൻ്റെ, കോൺഗ്രസിൻ്റെ ഹീനമായ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയായിരുന്നില്ലേ? അതിൻ്റെ ഭാഗമായല്ലേ 21 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവിടെ നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറന്നത്? ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഹീനമായ പ്രചരണങ്ങൾക്ക് വിശ്വാസ്യത നൽകുന്നതിനായിരുന്നില്ലേ ആ കറങ്ങൽ? എന്തായി? എന്താണ് സംഭവിച്ചത്? നിങ്ങളും നിങ്ങളെ സഹായിച്ച അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുപിടിച്ച കോൺഗ്രസും UDFും കേരളത്തിൽ രക്ഷപ്പെട്ടോ? 2021 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കോൺഗ്രസിൻ്റെ സഹായത്തോടുകൂടി നേടിയ നേമം സീറ്റ് ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചു. ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന്. പൂട്ടിച്ചില്ലേ? അതല്ലേ കേരളം? സ്വാഭാവികമായും LDFിനോട് നിങ്ങൾക്ക് രാഷ്ട്രീയമായ വിരോധം കാണും. ആ രാഷ്ട്രീയ വിരോധം രാഷ്ട്രീയമായി തീർത്തോളൂ. പക്ഷേ ഒരു നാടിനെയും ജനങ്ങളെയും തകർക്കുന്ന സമീപനം സ്വീകരിക്കാമോ? നിങ്ങൾ നല്ല ഉപദേശമാണല്ലോ കേരളത്തിന് നൽകിയത്. നിങ്ങൾ പറഞ്ഞൊരു വാചകം, ഒരു കൂട്ടർ വർഗീയ ശക്തി, മറ്റൊരു കൂട്ടർ ഭയങ്കര വർഗീയ ശക്തി. പ്രധാനമന്ത്രിയാണ് പറയുന്നത് എന്നത് നമ്മൾ കാണണം. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾ ഏത് ഗണത്തിലാണ് പെടുന്നത്? പ്രധാനമന്ത്രിയും BJPയും ഏത് ഗണത്തിലാണ്? എന്താണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ളത്? നിങ്ങൾ ഉയർത്തുന്ന മതനിരപേക്ഷതയ്ക്ക് ഭീഷണി ഉയർത്തുന്ന കാര്യങ്ങൾ, നിങ്ങൾ രാജ്യത്താകെ പ്രചരിപ്പിച്ച വർഗീയത, രാജ്യത്താകെ പ്രചരിപ്പിച്ച അപരമത വിദ്വേഷം, അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന വർഗീയ സംഘർഷം, വർഗീയ കലാപങ്ങൾ, ഒരുപാട് പ്രദേശങ്ങളിൽ പല വിധത്തിലുള്ള അരക്ഷിതാവസ്ഥ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അവിടെയെല്ലാം ഞങ്ങളുണ്ടായിരുന്നു, ഞങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അത് നിങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു, നിങ്ങളുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയായിരുന്നു. അതാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിന് നേരെ വർഗീയത ആരോപിക്കാൻ വർഗീയതയുടെ മൂർത്തീകരണമായ ആളുകൾക്ക് മാത്രമേ സാധിക്കൂ. മറ്റ് ഇടതുപക്ഷത്തിനത് ബാധകമാവില്ല. നിങ്ങളുടെ ഒക്കെ ചങ്ങാതിയായി നിന്ന കോൺഗ്രസ് പല കാര്യങ്ങളിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്, നിങ്ങളുടെ B ടീമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ നാടും രാജ്യവും കണ്ടിട്ടുള്ളതാണ്. അതിന് ഞങ്ങളെ ചേർത്ത് പിടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ എല്ലാ കാലത്തും വർഗീയതയ്ക്കെതിരാണ്, ശക്തമായി വർഗീയത എതിർത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ത്രിപുരയിൽ നിങ്ങൾ വിജയം നേടിയപ്പോൾ കോൺഗ്രസിൻ്റെ സഹായത്തോടെയല്ലേ വിജയം? കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ആകെ BJP ആയി മാറുകയായിരുന്നില്ലേ? അത്ര വലിയ സഹായമല്ലേ ചെയ്തു കൊടുത്ത്? ആ ജയം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി എന്ന നിലക്ക് നിങ്ങൾ പറഞ്ഞ വാചകം രാജ്യം ശ്രദ്ധിച്ചതാണ്. നിങ്ങൾ പറഞ്ഞു, ഇത്
പ്രത്യയശാസ്ത്ര വിജയമാണ് എന്ന്. നിങ്ങളുടെ കണ്ണിൽ ഞങ്ങൾ ആഭ്യന്തര ശത്രുവിൻ്റെ പട്ടികയിലാണ്. RSS ഞങ്ങളെ ആഭ്യന്തര ശത്രുവിൻ്റെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ രാജ്യത്തിൻ്റെ ശത്രുവല്ല. ഞങ്ങൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക്, രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക്, രാജ്യം അംഗീകരിച്ചിട്ടുള്ള ഭരണഘടനയുടെ സംരക്ഷണത്തിന് നിലകൊള്ളുന്നവരാണ്. എല്ലാ ഘട്ടത്തിലും അതിനുവേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലക്ക് ഇവിടെ വന്ന് പറഞ്ഞ മറ്റൊരു കാര്യം, UDFിനോടൊപ്പം ചേർത്ത് LDFിനെ ആക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെ നിങ്ങൾ പറഞ്ഞത് ഒരു കൂട്ടർ അഴിമതി, മറ്റൊരു കൂട്ടർ വലിയ അഴിമതി. ആരാ അഴിമതി മുക്തം? ഈ കേരളം ഈ ഘട്ടത്തിൽ രാജ്യത്ത് നേടിയ സ്ഥാനമുണ്ട്. ആ സ്ഥാനം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്നുള്ളതാണ്. അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്ന പദവി കേരളം നേടിയത് എന്തുകൊണ്ടാണ്? LDF അധികാരത്തിലുള്ളതുകൊണ്ട്. LDFിൻ്റെ സംസ്കാരമുണ്ട്. ആ സംസ്കാരമാണ് അതിനിടയാക്കിയത്. അതല്ലേ വസ്തുത? അതെന്തിനാണ് മറച്ചു വെക്കുന്നത്? എന്തിനാണ് അത്തരമൊരു നിലയെ മറ്റു തരത്തിൽ ചിത്രീകരിക്കുന്നത്? അഴിമതി ഞങ്ങളുടെ ഭാഗമായി പറഞ്ഞ കാര്യമല്ല, അത് രാഷ്ട്രീയത്തിൻ്റെ ജീർണതയുടെ ഭാഗമാണ്. ആ ജീർണത ഞങ്ങളെ ബാധിക്കാറില്ല. ഞങ്ങളെപ്പോഴും അതിനെതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭരണരംഗം തന്നെ വലിയ തോതിൽ സുതാര്യമായി മാറിയത്. അതിൻ്റെ ഗുണഫലം നല്ല നിലയിൽ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതായാലും പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞത് അങ്ങേയറ്റം പരിഹാസ്യമായ കാര്യങ്ങളായിപ്പോയി. അത് നമ്മുടെ കേരളത്തിനോ രാജ്യത്തിനോ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല എന്നത് അദ്ദേഹവും അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്ത ആളുകളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ LDF 2021 തുടർഭരണം ലഭിച്ചതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും അഭിമാനിക്കാനുള്ള വകയാണെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ നാട് എല്ലാ രംഗത്തും മുന്നേറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, നമ്മുടെ പശ്ചാത്തല സൗകര്യ മേഖലയിൽ വിവിധ പുതിയ പദ്ധതികൾ എല്ലാം നാട്ടിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നു. ഇപ്പോൾ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ചവറയുടെ വികാസം എത്ര കണ്ട് നടന്നുവെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട വിജയൻ പിള്ളയുടെ ആകസ്മിക നിര്യാണം നടന്നപ്പോൾ അതിൻ്റെ തുടർച്ച എന്ന നിലക്ക് ഇവിടെ നമ്മൾ വിജയൻ പിള്ളയുടെ മകനെന്ന നിലക്കാണ് സുജിത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അന്ന് വിജയൻ പിള്ളയുടെ മകൻ എന്ന പരിഗണനയാണ് സുജിത്തിനുണ്ടായിരുന്നെങ്കിൽ സുജിത്ത് നല്ല യോഗ്യനായ മകൻ എന്ന നിലയിൽ തന്നെ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെ സൽപാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് നാടിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്താണ് കാണാൻ നമുക്ക് കഴിയുക. ഈ വർഷങ്ങൾ ഒരു ചീത്തപ്പേരും വിജയൻ പിള്ളയുടെ ആ മകൻ കേൾപ്പിച്ചില്ല. നല്ല പേര് മാത്രമേ പൊതുവെ സമ്പാദിച്ചുള്ളൂ. അതാണ് ഉത്തമനായ സന്തതിയായാലുള്ള ഗുണം. നമ്മുടെ നാടിനും അഭിമാനിക്കാൻ വകയുള്ള ഒരാളായി സുജിത്ത് മാറി. നല്ല അർപ്പണബോധത്തോടെ മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, എളിമയോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു, ആർക്കും സമീപിക്കാവുന്നൊരു വ്യക്തിയായി മാറിയിരിക്കുന്നു. ചവറയെ നല്ല രീതിയിൽ വികസിപ്പിക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. LDFിൻ്റെ നല്ല തരത്തിലുള്ള ഒരു നിയമസഭാ സാമാജികനായി പ്രവർത്തിക്കാൻ സുജിത്തിന് കഴിഞ്ഞിരിക്കുന്നു. സുജിത്തിനെ വൻപിച്ച ഭൂരിപക്ഷം നൽകി ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തെരഞ്ഞെടുത്ത് അയക്കുക എന്നഭ്യർത്ഥിച്ചുകൊണ്ട്
മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.